അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറല്ലാഹ്. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്ത് ബറാഅയിലെ രണ്ടാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ടാണ് ഇനി ചില സംഗതികൾ പറയാനുള്ളത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഒന്നാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് ചില സംഗതികൾ പറയുകയുണ്ടായി. അമുസ്ലിങ്ങളെ കണ്ടിടത്ത് വച്ച് കൊല്ലാൻ ഖുർആൻ പറയുന്നു എന്നുള്ള ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ, വിശേഷിച്ചും ഇപ്പോൾ ഈയിടെയായി നാസ്തികന്മാർ, എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ ഉന്നയിക്കുന്ന ഈ ആരോപണം, അതുമായി ബന്ധപ്പെട്ടാണ് ഒന്നാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ചില സംഗതികൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ആയത്ത് ഇങ്ങനെയാണ്: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഫസീഹു ഫിൽ അർളി അർബഅത അശ്ഹുർ വഅലമൂ അന്നകും ഗൈറു മുഅ്ജിസില്ലാഹി വഅന്നല്ലാഹ മുഖ്സിൽ കാഫിരീൻ. ഈ ആയത്തിൻ്റെ അർത്ഥം ഫസീഹു ഫിൽ അർള്, തൊട്ട് മുകളിൽ ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞത് നിങ്ങൾ ആരുമായി കരാറിലേർപ്പെട്ടിട്ടുണ്ടോ അങ്ങനെയുള്ള മുശ്രിക്കുകൾ, ബഹുദൈവ വിശ്വാസികളുമായി ഉള്ള കരാറിൽ നിന്ന് അള്ളാഹുവും അവൻ്റെ ദൂതനും ഒഴിവാവുന്നു, ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാവുന്നു എന്ന പ്രഖ്യാപനമാണിത് എന്നാണ്. തുടർന്ന് പറയുന്നതാണ് ഫസീഹു ഫിൽ അർള്, അതിനാൽ നിങ്ങൾ നാട്ടിൽ സഞ്ചരിച്ചു കൊള്ളുക. അർബഅത അശ്ഹുർ, 4 മാസക്കാലം. വഅലമു, നിങ്ങൾ അറിയണം, അന്നക്കും ഗൈറു മുഅ്ജിസില്ലാ, നിങ്ങൾ അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ പോന്നവരല്ല. വഅന്നല്ലാഹ മുഖ്സിൽ കാഫിരീൻ, അള്ളാഹു കാഫിറുകളെ, ശത്രുക്കളെ അവരുടെ അന്തസ്സും അഭിമാനവും കെടുത്തി അവരെ നിസ്സഹായരായി വിടാൻ ശക്തിയുള്ളവനാണ്. ഇവിടെ പ്രയോഗിച്ച ചില പ്രയോഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഫസീഹു, സീഹു ഫിൽ അർള്. സീഹു എന്ന് പറഞ്ഞാൽ സാഹ യസീഹു, സഞ്ചരിച്ചു എന്നാണ് അറബിയിൽ സാഹ എന്നതിന് പറയുക. അതിൻ്റെ അമ്ര, കൽപ്പനാക്രിയയാണ് സീഹു എന്നുള്ളത്. നിങ്ങൾ സഞ്ചരിച്ചു കൊള്ളുക. ഫിൽ അർള്, അർള് എന്നത് ഖുർആൻ 2 അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ഭൂമി, ഭൂഗോളം എന്ന അർത്ഥത്തിൽ, ഭൂമി മൊത്തത്തിൽ. ഖലഖൽ അർള, അള്ളാഹു ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് ഭൂഗോളത്തെ സൃഷ്ടിച്ചു എന്നാണ്. അതേസമയം ഇതുപോലുള്ള സ്ഥലങ്ങളിൽ അർള് എന്ന് പറയുന്നത് മൊത്തം ഭൂഗോളമല്ല, ആ പ്രദേശമാണ്, നാടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ നാട്ടിൽ സഞ്ചരിക്കാം സ്വതന്ത്രമായി, നിങ്ങൾക്കാരെയും പേടിക്കേണ്ടതില്ല, നിങ്ങൾക്ക് പോകേണ്ടവിടത്തൊക്കെ പോവാം, തിരിച്ചു വരാം, നിങ്ങളുടെ വീട്ടിൽ താമസിക്കാം, ഒക്കെ ചെയ്യാം. എത്ര കാലം? അർബഅത അശ്ഹുർ, 4 മാസം. ഈ 4 മാസം നിങ്ങൾക്ക് ഇവിടെ സ്വതന്ത്രമായിട്ട് ആരെയും പേടിക്കേണ്ടതില്ലാത്ത വിധം നിർഭയരായി കഴിഞ്ഞുകൂടാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ നാട്ടിൽ സഞ്ചരിക്കാം. വഅലമു അന്നക്കും ഗൈറു മുഅ്ജിസില്ലാ, പക്ഷേ ഈ നാട്ടിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാമെന്ന് പറയുമ്പോഴും നിങ്ങൾ അതിക്രമത്തിൻ്റെ, അനീതിയുടെ മാർഗം സ്വീകരിക്കാൻ പാടില്ല. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്
അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്കാവൂല എന്ന് മാത്രമല്ല, നിങ്ങളെ വേണമെങ്കിൽ അള്ളാഹു നിസ്സഹായരായി അധമരായിട്ട് മാറ്റാനും അള്ളാഹ്ക്ക് കഴിയും. ഇത് ഹിജ്റ 9-ാമത്തെ വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഹജ്ജിൻ്റെ അമീറായി നിയോഗിക്കുകയും അതിന് പിന്നിൽ അലി റളിയല്ലാഹു അൻഹുവിനെ ഈ ആയത്തുകൾ മക്കയിൽ ഹജ്ജിന് വരുന്ന ആളുകളെ ഓതി കേൾപ്പിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടയക്കുകയും ചെയ്തു. ഹിജ്റ 8-ാമത്തെ വർഷമാണ് കഅബ അല്ലെങ്കിൽ മക്കയ്ക്ക് ഇസ്ലാമിൻ്റെ പരിധിയിൽ വരുന്നത്. അപ്പോൾ 8-ാമത്തെ കൊല്ലം കഴിഞ്ഞു, 9-ാമത്തെ വർഷം എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം കഴിഞ്ഞു മക്ക ഇസ്ലാമിന് കീഴടങ്ങിയ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് എന്ത് സമീപനമാണ് കൈക്കൊണ്ടത്? അതിൻ്റെ മുമ്പ് മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള ഖുറൈശികൾ അവരുടെ കരാർ ലംഘിച്ചിരുന്നു എന്നുള്ളതാണ്. ആ കരാർ ലംഘനത്തെ തുടർന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കീഴടക്കിയിട്ടുള്ളത്, അതും രക്തച്ചൊരിച്ചിലില്ലാതെ. എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ തടിച്ചുകൂടിയ മക്കയിലെ ജനത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ എങ്ങനെയാണ് കാണുന്നത്? സ്വാഭാവികമായും അവർക്ക് പറയാം, താങ്കൾ ഇവിടെ നിന്ന് പലായനം ചെയ്തു, അല്ലെങ്കിൽ താങ്കൾ ഹിജ്റ പോയി, ഞങ്ങൾ താങ്കളെ ഒരുപാട് മർദ്ദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ താങ്കൾക്കെതിരിൽ പലതും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് താങ്കൾ ഞങ്ങളെ ശിക്ഷിക്കും എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു എന്ന് പറയാം. പക്ഷെ ആ ജനത വളരെ മാന്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. കാരണം അവർക്ക് നബിയുടെ സ്വഭാവം അറിയാം, അതുകൊണ്ടാണ് അവർ ആ രീതിയിൽ പ്രതികരിക്കുന്നത്. അവർ പറഞ്ഞതെന്താണ്? അഖുൻ കരീം വബിനു അഖിൻ കരീം, മാന്യനായ സഹോദരൻ്റെ മകൻ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തുടർന്നവരോട് പറഞ്ഞത്, ഇദ്ഹബു അൻതുമു തുലഖാ, നിങ്ങൾ പോയിക്കൊള്ളുക, സ്വതന്ത്രരാണ്. ഇസ്ലാമിനെതിരിൽ ഇസ്ലാം ആളുകളെ കൊല്ലാനാണ്, കാഫിറുകളെ കൊല്ലാനാണ് നിർദ്ദേശിക്കുന്നത് എന്ന് പറയുന്ന ഈ ആളുകളോട് നമ്മൾക്ക് ചോദിക്കാനുള്ളത്, ലോക ചരിത്രത്തിൽ വിപ്ലവം നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു നാട്ടിൽ ആ വിപ്ലവത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ആളുകൾ, അവർ പാർട്ടിക്കാരോ രാജാക്കന്മാരോ പട്ടാളക്കാരോ ആരുമായിക്കൊള്ളട്ടെ, ഇങ്ങനെയുള്ള ഒരു സമീപനം ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ? അതിന് തെളിയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അത് കഴിഞ്ഞു, ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് അവരുടെ മുമ്പിൽ ഈ ആയത്തുകൾ ഓതി, ഖുർആൻ്റെ ഈ ഭാഗങ്ങൾ ഓതി കേൾപ്പിക്കുന്നത്. അപ്പോഴും അവിടെ ചെയ്യണത് എന്താണ്? നിങ്ങൾക്ക് 4 മാസക്കാലം സ്വതന്ത്രരായിട്ട് ആരെയും ഒന്നും ഭയക്കാതെ ഈ നാട്ടിൽ ജീവിക്കാം, എവിടെയും പോകാം എന്ന് അവർക്ക് അനുവാദം കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണോ വിശാലമായിട്ടുള്ള സമീപനം? അല്ലെങ്കിൽ അവരെ കൊന്നൊടുക്കുക എന്ന മറ്റുള്ളവർ വിപ്ലവത്തിൻ്റെ പേരിൽ അധികാരത്തിൽ വരുന്ന മറ്റുള്ള നാടുകൾ ചെയ്തു പോരുന്ന രീതിയാണോ മാന്യമായിട്ടുള്ള മനുഷ്യത്വപരമായിട്ടുള്ളതെന്ന് കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്ന് പറയുന്ന ഈ ആളുകൾ വ്യക്തമാക്കണ്ട. ഇവിടെ കരാറിനെ സംബന്ധിച്ച് പറഞ്ഞു, ഖുറൈശികൾ കരാർ ലംഘിച്ചതിനെ തുടർന്നാണല്ലോ മക്ക കീഴടക്കുന്നത്. ഈ ആയത്തിൽ 1-ാമത്തെ ആയത്തിൽ കരാറിനെ പറ്റി പറയുന്നുണ്ട്. ഇവിടെ 4 തരം കരാറുകളുണ്ട്, അല്ലെങ്കിൽ 3 തരം കരാറുണ്ട്, കരാറില്ലാത്തൊരവസ്ഥയുണ്ട്. അതായത് 3 തരം. ഒന്ന് 4 മാസത്തിൽ കുറഞ്ഞ ആളുകൾ, അതുപോലെ 4 മാസം വരെ കാലാവധിയിൽ കരാറിൽ ഏർപ്പെട്ടവർ, തീരെ കരാറിൽ ഏർപ്പെട്ടിട്ടില്ലാത്തവർ, 4 മാസത്തിൽ കൂടുതൽ കാലം കരാറിൽ ഏർപ്പെട്ടവർ. ഇവിടെ ഈ ആദ്യം പറഞ്ഞ 3 വിഭാഗത്തെ, 4 മാസത്തിൽ കുറഞ്ഞവരും 4 മാസമുള്ളവരും തീരെ കരാറില്ലാത്തവരും, ഈ ആളുകളുടെ ോടുള്ള സമീപനമാണ് ഒന്ന് ഇവിടെ ഖുർആൻ പറയുന്നത്.
നിങ്ങൾക്ക് 4 മാസം വരെ, അതായത് കരാറിലേർപ്പെട്ട ആളുകൾക്ക് 4 മാസം വരെ ഇവിടെ കഴിഞ്ഞുകൂടാം. കരാറില്ലാത്തവർക്കാവട്ടെ ദുൽഹിജ്ജ 9 അല്ലെങ്കിൽ 10-നാണ് ഇത് ഓതി കേൾപ്പിക്കുന്നത്. അവിടെ വന്നിട്ടുള്ള ആളുകളെ ഓതി കേൾപ്പിക്കുന്നത് ദുൽഹിജ്ജ 10-നാണ്. അതുമുതൽക്ക് യുദ്ധം നിഷിദ്ധമായിട്ടുള്ള ദുൽഹിജ്ജ മുഹറം മാസം കഴിയുന്നത് വരെ നിങ്ങൾക്ക് മക്കയിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കാം. എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് 50 ദിവസമാണ് അവധി, മറ്റവരെ സംബന്ധിച്ച് 4 മാസവുമാണ്. സാധാരണ ശത്രുക്കളായി ഗണിക്കപ്പെടുന്ന ആളുകളോട് ഈ വിപ്ലവകാരികളൊക്കെ പറയാറുള്ളത് ഒന്നവരെ കൊന്നൊടുക്കുക, അല്ലെങ്കിൽ ഉടനെ സ്ഥലം വിട്ടോളണം എന്നാണ് പറയാറുള്ളത്. ഇപ്പോൾ ഗസയിൽ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? നിരപരാധികളായിട്ടുള്ള ആളുകളുടെ എല്ലാ കുടിലും തരിപ്പണം ബോംബിട്ട് തരിപ്പണാക്കിയിട്ട് അവരെവിടെയെങ്കിലും പോയി താമസിക്കുന്നിടത്ത് നിന്ന് പോലും ഉടനെ, അതും ലക്ഷക്കണക്കിന് ആളുകളോട് ഉടനെ പിരിഞ്ഞു പോകണം, രക്ഷപ്പെടണം എന്നാണ് നെതന്യാഹുവിൻ്റെ ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ അവർക്ക് 4 മാസം കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള, 4 മാസത്തിൽ കൂടുതലുള്ളവർക്കല്ല, അതിൽ കുറഞ്ഞവരും 4 മാസം വരെ കരാറുള്ളവർക്കും 4 മാസം അവധി കൊടുക്കുന്നു. അല്ലാത്തവർക്ക് ദുൽഹിജ്ജ 20 മുഹറമും 50 ദിവസം കഴിയുന്നത് വരെ മക്കയിൽ താമസിച്ചു കൊള്ളാൻ അനുവാദം നൽകുന്നു. അത് കഴിയുന്നതോടുകൂടി അവർ ഇവിടുന്ന് പോയാൽ മതിയെന്നാണ്. അപ്പോൾ അതാണ് ഇസ്ലാമിൻ്റെ മാനുഷികമായിട്ടുള്ള വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടും സമീപനവും എന്ന് പറഞ്ഞത്. ഇത് പൂഴ്ത്തി വെച്ചുകൊണ്ടാണ് ഈ ആളുകൾ, എക്സ് മുസ്ലിങ്ങളായാലും ഏത് സംഘികളായാലും, അവർ ഇസ്ലാമിൻ്റെ അതിൽ കാഫറിനെ കണ്ടിടത്ത് വെച്ച് കൊല്ലാനാണ് ഖുർആൻ പറയുന്നത് എന്ന് പച്ച നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.